ഇന്നെൻ്റെ കൈവശമുള്ളത് അരുന്ധതി റോയ് എഴുതിയിട്ടുള്ള ദ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന് പറയുന്ന പുസ്തകമാണ്. ഇതിൻ്റെ ഒരു ഫ്രണ്ട് പേജാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇതിൻ്റെ ഇംഗ്ലീഷ് എഡീഷനാണ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു പുസ്തകമാണിത്. ഇതിൻ്റെ ഫ്രണ്ട് പേജിൽ ദ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. റൈറ്ററുടെ പേരായിട്ടുള്ള അരുന്ധതി റോയ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഒരു ടാഗ്ലൈൻ കൂടി താഴത്ത് കൊടുത്തിട്ടുണ്ട്. വിന്നർ ഓഫ് ദ 1997 ബുക്കർ പ്രൈസ്. 1997 ബുക്കർ പ്രൈസ് വിൻ ചെയ്ത അല്ലെങ്കിൽ ബുക്കർ പ്രൈസ് ലഭിച്ച ഒരു പുസ്തകമാണ് അരുന്ധതി റോയുടെ ദ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ്. ഇത്രയും പറഞ്ഞു കേൾക്കുമ്പോൾ ഇതൊരു ഇംഗ്ലീഷ് നോവലാണ്. അല്ലെങ്കിൽ ഇംഗ്ലീഷ് നോവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷ എന്ന് മാത്രമല്ല, മൊത്തത്തിൽ അതിൻ്റെ പ്ലോട്ട് മൊത്തം ഒരു ഇംഗ്ലീഷ് നാട്ടിൽ ഏതോ ഒരു നാട്ടിൽ നടക്കുന്ന കഥയായിട്ട് തോന്നിയേക്കാം. പക്ഷേ സത്യത്തിൽ അങ്ങനെയൊന്നുമല്ല. ഇത് കേരളത്തിൻ്റെ പുസ്തകമാണ്. ഇത് മലയാളത്തിൻ്റെ പുസ്തകമാണ്. മലയാളത്തിൽ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് തർജ്ജമ ചെയ്ത് വരുന്നതെങ്കിൽ കൂടി ഇതിനകത്തുള്ള പ്ലോട്ട് അല്ലെങ്കിൽ ഇതിനകത്തുള്ള കഥ, ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സ് എല്ലാം കേരളത്തിലുള്ളതാണ്. കേരളത്തിലെ കോട്ടയത്തെ അയ്മനം എന്ന് പറയുന്ന പ്രദേശത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇതിനകത്തുള്ള കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു കേരളത്തിൻ്റെ അല്ലെങ്കിൽ മലയാളികളുടെ പുസ്തകമാണെന്നുള്ളത്. മറ്റൊന്നുള്ളത് അരുന്ധതി റോയ്. നമുക്കറിയാം, പണ്ട് ക്രിസ്ത്യാനികൾക്ക് പാരമ്പര്യ സ്വത്ത് വീതിക്കുന്ന സമയത്ത് പെൺമക്കൾക്ക് കൊടുക്കുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. പെൺകുട്ടികൾക്കും ഈക്വലായിട്ട് ഇതിനകത്ത് ഷെയർ വേണം, അല്ലെങ്കിൽ ഷെയർ കിട്ടാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞ് വാദിച്ച് കോടതിയിൽ പോയി അത് നേടിയെടുത്ത ആളാണ് അരുന്ധതി റോയുടെ അമ്മയായിട്ടുള്ള മേരി റോയ്. അരുന്ധതി റോയിനെ എടുത്തു നോക്കുമ്പോൾ ഒട്ടും വീര്യം കുറയാതെ, മേരി റോയുടെ ഒട്ടും വീര്യം കുറയാതെയാണ് പല പ്രവർത്തനങ്ങളും അരുന്ധതി റോയും ചെയ്യുന്നത്. ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, എഴുത്തുകളായിക്കോട്ടെ, എല്ലാം ആ തരത്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം ഇതൊക്കെ കൊണ്ട് ഈ ഒരു എഴുത്തുകാരിയോട് എനിക്കുണ്ട് എന്നുള്ളതാണ് സത്യം. പേഴ്സണലി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് തന്നെ വായിക്കണം എന്നുള്ളതാണ്. ഇതിലെ കേരളമാണ് സ്ഥലം എന്ന് പറഞ്ഞു, ഇതിലെ കഥാപാത്രങ്ങൾ മലയാളികളാണെന്ന് പറഞ്ഞു, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കഥയുടെ പ്ലോട്ട് പോകുന്നതെന്ന് പറഞ്ഞു. പക്ഷേ അത് ഇംഗ്ലീഷിൽ വായിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം, അരുന്ധതി റോയുടെ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ അതേ തരത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. മലയാളത്തിലോട്ട് എത്തുന്ന സമയത്ത് അത്രത്തോളം മനോഹരമാണ് അതിലെ ഭാഷ എന്ന് തോന്നിയിട്ടില്ല. അപ്പോൾ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷിലുള്ള പതിപ്പ് തന്നെ വായിക്കാനാണ്. അല്ലെങ്കിൽ മലയാളത്തിൽ DC ബുക്സ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ കാര്യങ്ങളുടെ ഒടയ തമ്പുരാൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ ഇത് മലയാളത്തിലോട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നോവലിൻ്റെ ഉള്ളിലോട്ട് കിടക്കുമ്പോൾ നോവലിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. കഥാപാത്രങ്ങൾ ഒരുപാടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബമാണ്. ആ കുടുംബത്തെ ചുറ്റിപ്പറ്റിയുള്ള കഥാപാത്രങ്ങളാണ്. പ്രധാനമായിട്ടും റാഹേലും എസ്തപ്പാൻ എന്ന് പറയുന്ന ഈ രണ്ട് പേര്, ഇരട്ട കുട്ടികളായിട്ടുള്ള രണ്ട് പേര്, ഇവരുടെയാണ് സത്യത്തിൽ, ഇവരിലൂടെയാണ് ഈ ഒരു കഥ, ഈ ഒരു നോവൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ അമ്മയായിട്ടുള്ള അമ്മു, അതുപോലെ തന്നെ ബേബി കൊച്ചമ്മ, മാർഗരറ്റ് കൊച്ചമ്മ തുടങ്ങിയിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. മറ്റൊരു പ്രധാന കഥാപാത്രം വെളുത്തയാണ്. അപ്പോൾ 1997 അല്ലെങ്കിൽ 90s ഒരു കേരളം, അപ്പോഴുള്ള രാഷ്ട്രീയ ജാതി വ്യവസ്ഥയുടെയൊക്കെ ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷത്തിലാണ് കഥ നടക്കുന്നത്. ഈ പുസ്തകം പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരാണ് എന്ന് പറഞ്ഞിട്ട് പ്രചരണങ്ങൾ നടക്കാറുണ്ട്. അതിൻ്റെ ഒരു കാരണം കോമ്രേഡ് പിള്ള എന്ന് പറയുന്ന ഒരു പൊള്ളയായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു കഥാപാത്രം ഇതിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. ഈ പുസ്തകം പലപ്പോഴും അശ്ലീലമാണ്. ഒരു തരത്തിലും ആരും വായിക്കരുത്, ഇത് അശ്ലീലമാണ് എന്ന് പറയുന്ന വാദവും ഒരു തരത്തിലുണ്ട്. കാരണം ഇതിനകത്ത് അമ്മു എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെയും വെളുത്ത എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെയും പ്രണയം, അവർ തമ്മിലുള്ള ബന്ധം, അത് അതേ രൂപത്തിൽ അതേ രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട് പച്ചയ്ക്ക് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് ഇത് അശ്ലീലമാണ് എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. ഇനി നേരെ കഥയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പേര് സൂചിപ്പിക്കുന്നത് പോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെ ഒടേ തമ്പുരാൻ എന്ന് പറയുന്ന പോലെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ആ ചെറിയ കാര്യങ്ങളിലെ വലിപ്പത്തെക്കുറിച്ചാണ് ഈ നോവൽ സംസാരിക്കുന്നത്. മൊത്തത്തിലൊരു സങ്കടക്കടലാണ്. ഇതിലെ വെളുത്ത എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മുടെ നാട്ടിൽ താഴ്ന്ന ജാതി എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ താഴ്ന്ന ജാതി എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗത്തിൽ വിടുന്ന ഒരാളായിട്ടാണ്, കഥാപാത്രമായിട്ടാണ് വെളുത്തയുള്ളത്. അമ്മു അപ്പോഴുള്ള ഒരു ക്രിസ്ത്യാനി കഥാപാത്രമായിട്ട്. അപ്പോൾ 1990-കളിലെ അവരുടെ ഒരു പ്രണയവും അതുമായി ബന്ധപ്പെട്ട് നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഊഹിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. അന്നത്തെ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ വെച്ചുകൊണ്ട് വളരെയധികം വേദന ഇതിൽ സ്വാഭാവികമായിട്ടും വെളുത്ത എന്ന് പറയുന്ന കഥാപാത്രം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും എന്നുള്ളത് നമുക്കറിയാം. അതുവഴി ഇത് വായിക്കുന്ന വായനക്കാരും ഒരുപാട് ആ ഒരു സമയമൊക്കെ എത്തുന്ന സമയത്ത്, ഇതിൻ്റെ അവസാന പേജുകളിലോട്ട് എത്തുന്ന സമയത്ത് ആ തരത്തിൽ നമ്മളും ഇമോഷണലി ആയി പോകാറുണ്ട്. അങ്ങനെയാണ് ആ നോവൽ കിടക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും വായിച്ചിരിക്കേണ്ട ഒരു നോവലാണ്. അത്രത്തോളം രസകരമാണ്, മനോഹരമാണ്, നമ്മളെയൊക്കെ സങ്കടത്തിൽ ആഴ്ത്തുന്ന ഒരു നോവലാണ് ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന് പറയുന്നത്. മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ നാടിൻ്റെ കഥ പറഞ്ഞ് ബുക്കർ പ്രൈസ് ലഭിച്ച ഒരു നോവൽ നമ്മൾ വായിക്കാതിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വിരോധാഭാസമാണ്. അരുന്ധതി റോയുടെ ഒരു മികച്ച കലാസൃഷ്ടി തന്നെയാണ്. എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രണയവും വിരഹവും കലഹവും കാമവും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള സമ്പൂർണ്ണ കലാസൃഷ്ടി തന്നെയാണ് അരുന്ധതി റോയുടെ ദ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.